യൂറോ കപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ സ്പാനിഷ് വിങ്ങർ നിക്കോ വില്യംസിനെ ക്ലബ്ബിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ബാഴ്സലോണ. താരത്തെ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ നോട്ടമിട്ടതിന് പിന്നാലെയാണ് ബാഴ്സയുടെ നീക്കം. ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയും നിക്കോ വില്യംസിനെ പ്രതിനിധീകരിക്കുന്ന ഏജന്റായ ഫെലിക്സ് ടെന്റെയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയതായി മാധ്യമപ്രവർത്തകരായ ഫാബ്രിസ് റൊമാനയും ജെറാഡ് റൊമേറോയും റിപ്പോർട്ട് ചെയ്യുന്നു. അത്ലറ്റിക്കോ ബിൽബാവോയുടെ താരമായ വില്യംസിന് മുന്നിൽ ദീർഘകാല കരാറാണ് ബാഴ്സ മുന്നോട്ട് വയ്ക്കുന്നത്. നിക്കോയുടെ കരാർ ഒപ്പുവയ്ക്കൽ വേഗത്തിലാക്കാൻ ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട ഡെക്കോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാഴ്സലോണയെ അപേക്ഷിച്ച് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുള്ള ഇംഗ്ലീഷ് ക്ലബ്ബുകൾ 22-കാരനായി മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ വേഗത്തിലാക്കിയത്. 58 ദശലക്ഷം യൂറോയുടെ റിലീസ് ക്ലോസാണ് അത്ലറ്റിക് ക്ലബ്ബ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് ബാഴ്സയ്ക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. പുതിയ പരിശീലകൻ ഹാൻസി ഫ്ലിക്, ഡെക്കോ, ലപ്പോർട്ട എന്നിവരുൾപ്പെടെയുള്ള ക്ലബിന്റെ ഉന്നതർ നിക്കോയെ ടീമിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. 2021 മുതൽ അത്ലറ്റിക്കോ ബിൽബാവോയിൽ പന്ത് തട്ടുന്ന വില്യംസ് 2022 സ്പെയിൻ ദേശീയ ടീമിന്റെ കുപ്പായമണിയുന്നത്. നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് നിക്കോ വില്യംസ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ബോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.